ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടമാവുന്ന നല്ലൊരു വഴുതനങ്ങ തക്കാളി റോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം മാത്രം ഇതുപോലെ ഈ ഒരു അളവിൽ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള വഴുതനങ്ങയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഓരോ വഴുതനങ്ങയും 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ടാൽ മതിയാവും. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് തക്കാളിയും കൂടി. അപ്പോൾ ഓരോ തക്കാളിയും 4ആയിട്ടാണ് കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. 3 തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയിൽ 3 എണ്ണം, വലുതാണെന്നുണ്ടെങ്കിൽ മാത്രം 2 എണ്ണം മതിയാവും. അപ്പോൾ തക്കാളിയും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് ഹൈയിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കാവുന്നതാണ്. വഴുതനങ്ങ വെച്ചിട്ട് നമ്മൾ മെഴുക്ക് വരട്ടി തയ്യാറാക്കി എടുക്കാറുണ്ട്, തീയൽ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും വഴുതനങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴണ്ട് ഇങ്ങനെ റോസ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടിയാണ്. 1/4 ടീസ്പൂൺ തികച്ചില്ല, ഇതുപോലെ കുറച്ച് മാത്രം മതിയാവും. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1.5 സവാള നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടുതൽ സവാള ചേർക്കരുത്, ഇതുപോലെ വളരെ കുറച്ച് മാത്രം മതിയാവും. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതിൻ്റെ വലിയ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഫ്ലെയിം എല്ലാം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഈ റോസ്റ്റ് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ മാത്രമേ കഴിക്കാവുന്നൊന്നുമില്ല. ചോറിൻ്റെ കൂടെയോ ദോശയുടെയോ ചപ്പാത്തിയുടെയോ, നമുക്കതുപോലെ ചില കറികളൊക്കെ ചില ഫുഡിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കോമ്പിനേഷനായിട്ട് തോന്നും. അങ്ങനെ അതുപോലുള്ളൊരു റോസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 കപ്പിൽ നിന്ന് ഒരല്പം കുറവായിട്ട് ഈ ഒരു അളവിൽ കുറച്ച് കപ്പലണ്ടിയും കൂടിയാണ്. അപ്പോൾ നിലക്കടല എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുത്ത നിലക്കടല ആയിരിക്കണം. വറുക്കാത്ത പച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗത്തുള്ള തോലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു രീതിക്ക് നമ്മൾ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചെടുത്ത മിക്സും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ നമ്മളൊന്ന് ഇതെല്ലാം വഴറ്റിയെടുക്കണം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് വറുത്ത കപ്പലണ്ടിയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 ടീസ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് വഴറ്റുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടേണ്ടതായിട്ടുണ്ട്.
ഇതാ ഇതുപോലെ നന്നായിട്ട് നമ്മളെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുക്കുമ്പോൾ അതാ ഈ ഒരു രീതിക്ക് വേണം നമുക്കിതെല്ലാം ഒന്ന് കിട്ടേണ്ടതായിട്ടുള്ളത്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ വഴുതനങ്ങയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മസാല എല്ലാം വഴുതനങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കോട്ട് ചെയ്ത് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് പുളിവെള്ളം കൂടിയാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന്, അതായത് തീരെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്രയും കട്ടി മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് ചുറ്റിലുമായിട്ട് ഒരല്പം മാത്രം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം മതിയാവും. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇളക്കാൻ വേണ്ടി നിൽക്കേണ്ട. നമ്മൾ നേരെ ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഈ മസാലയൊക്കെ നമ്മുടെ ഈ വഴുതനങ്ങയിലും തക്കാളിയിലും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും എന്ന്. നമ്മളല്ലേ വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു രീതിക്ക് റോസ്റ്റായിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. വഴുതനങ്ങയിലൊക്കെ നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ടാവും. വളരെ രുചികരമായിട്ടുള്ളൊരു വഴുതനങ്ങ തക്കാളി റോസ്റ്റാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും വെച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന ഒന്നായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.